എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ 16x² മൈനസ് 8a² പ്ലസ് a⁴ മൈനസ് b⁴ ഈക്വൽ ടു 0. അതായത് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16x² മൈനസ് 8a² പ്ലസ് a⁴ മൈനസ് b⁴ ഈക്വൽ ടു 0. ഇതിൽ നമ്മുടെ എ എന്ന് പറയുന്നത് 16, ബി എന്ന് പറയുന്നത് മൈനസ് 8a², സി a⁴ മൈനസ് b⁴. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം തന്നെ b² മൈനസ് 4ac കണ്ടുപിടിക്കാം. b² മൈനസ് 4ac എന്ന് പറയുന്നത് ഇവിടെ മൈനസ് 8a² ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 16, സി എന്ന് പറയുന്നത് a⁴ മൈനസ് b⁴. അപ്പൊ ഇതെന്ത് കിട്ടി? 64 a⁴ മൈനസ് 64 a⁴ മൈനസ് b⁴. 4 ഇൻറ്റു 16 64, 64 ഇൻറ്റു a⁴ മൈനസ് b⁴. അപ്പോൾ 64 a⁴ മൈനസ് 64 a⁴ മൈനസ് 64 മൈനസ് b⁴ പ്ലസ് 64 b⁴ കിട്ടി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് 64 b⁴ ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്? b² മൈനസ് 4ac. നമ്മുടെ ഫോർമുല എന്തായാലും മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. അപ്പം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 8a² പ്ലസ് ഓർ മൈനസ് റൂട്ട് 64 b⁴ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 16. അപ്പോൾ ഇതിനെ നമ്മൾ 8a² പ്ലസ് ഓർ മൈനസ് 64ന് റൂട്ടിന് പുറത്ത് വരുമ്പോൾ 8, b⁴ റൂട്ടിന് പുറത്ത് വരുമ്പോൾ b² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 16 ആണ് ഉള്ളത്. ഇനി ഇതിനെ ഒരു റൂട്ട് കാണാൻ വേണ്ടി പ്ലസ് ഇട്ടിട്ട് എഴുതുക, പിന്നെ അങ്ങ് മൈനസ് ഇട്ടിട്ട് എഴുതുക. 8a² ബൈ 8 b² ബൈ 2 ഇൻറ്റു 16. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? 8 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. a² പ്ലസ് b² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 16. അപ്പോൾ ഇതിൽ 60. അപ്പോൾ a² പ്ലസ് b² ഡിവൈഡ് ബൈ 4 ആണ് കിട്ടുന്നത്. ഇനി മൈനസ് ഇട്ടിട്ട് ചെയ്യാം. മൈനസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ 8a² മൈനസ് 8b² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 16. അപ്പോൾ 8 പുറത്തേക്ക് എടുക്കുക. a² മൈനസ് b² ബൈ 2 ഇൻറ്റു 16. അതിൽ നമുക്ക് സെയിം തന്നെ എന്ത് കിട്ടും? a² മൈനസ് b² ബൈ 4. a² മൈനസ് b² ബൈ 4ഉം a² പ്ലസ് b² ബൈ 4ഉം ആണ് കിട്ടുന്നത്. കഴിഞ്ഞ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എയ്ത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റൂട്ട്സ്. ഫോർ ബൈ x മൈനസ് 3 ഈക്വൽ ടു 5 ബൈ 2x പ്ലസ് 3. x നോട്ട് ഈക്വൽ ടു 0 മൈനസ് 3 ബൈ 2. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 4 ബൈ എക്സ് മൈനസ് 5 ബൈ 2x പ്ലസ് 3 ഈക്വൽ ടു മൈനസ് 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 3. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എൽസിയം എക്സ് ഇൻറ്റു 2x പ്ലസ് 3 4 ഇൻറ്റു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2x പ്ലസ് 3 മൈനസ് 5 ഇൻറ്റു എക്സ് ഇങ്ങോട്ടേക്ക് ഇടും 5x ഈക്വൽ ടു 3. ഇനി 8x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 8x പ്ലസ് 12 മൈനസ് 5x ഡിവൈഡ് ബൈ ഇവിടെ 2x² പ്ലസ് 3x ഈക്വൽ ടു 3. ഇനി 8x
പ്ലസ് 12 8x മൈനസ് 5x എന്ന് പറയുന്നത് അവിടെ 3x ആയി. 3x പ്ലസ് 12 ഈക്വൽ ടു 3 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 3x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x പ്ലസ് 12 ഈക്വൽ ടു 6x സ്ക്വയർ പ്ലസ് 9x. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 6x സ്ക്വയർ പ്ലസ് 9x മൈനസ് 3x മൈനസ് 12 ഈക്വൽ ടു 0. ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ 6x സ്ക്വയർ പ്ലസ് 6x മൈനസ് 12 ഈക്വൽ ടു 0. അപ്പോൾ ഇതിലെല്ലാത്തിൽ 6 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 12 ഈക്വൽ ടു 0. ഇതിനെ ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 12ഉം ആഡ് ചെയ്താൽ 1ഉം. അപ്പോൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ പ്ലസ് 4x മൈനസ് 3x മൈനസ് 12 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. രണ്ട് ഫാക്ടേഴ്സ് കിട്ടും, എക്സ് മൈനസ് 3ഉം എക്സ് പ്ലസ് 4ഉം. അപ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 4. അപ്പോൾ വാല്യൂ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദ്യം 3ഉം മൈനസ് 4ഉം ആണ് കിട്ടുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Question a by x minus b plus b by x minus a equal to 2. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് സെയിം തന്നെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് മൈനസ് ബി LCM എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് b ഇൻറ്റു എക്സ് മൈനസ് ബി ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എ ഇൻറ്റു എക്സ് എ എക്സ് പ്ലസ് മൈനസ് എ സ്ക്വയർ പ്ലസ് ബി എക്സ് മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ നമ്മുടെ ഐഡൻറ്റിറ്റി മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി മൈനസ് എ ഇൻറ്റു മൈനസ് ബി എന്ന് പറയുന്നത് എ ബി ഈക്വൽ ടു 2. ഇനി ഇതിനെ നമുക്ക് എ എക്സ് പ്ലസ് ബി എക്സ് മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അതിനുശേഷം ഇതിൽ എക്സ് കോമൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പുറത്തേക്ക് എടുത്ത് എ പ്ലസ് ബി മൈനസ് എ സ്ക്വയർ അപ്പോൾ ഇവിടെ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 2ab. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത്. ഇനി നമുക്ക് ഒരു സൈഡിൽ അതായത് 2x ഇതിനെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. 2x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 2ab. ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെയാണുള്ളത് ഇക്വേഷൻ. ഇതിൽ 2x സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ പ്ലസ് ബി എക്സും മൈനസ് എക്സ് ഇൻറ്റു എ പ്ലസ് ബി എന്തായി 3 ഇൻറ്റു എ പ്ലസ് ബി എക്സ് ആയിട്ട് മൈനസ് 2 മൈനസ് 1ഉം മൈനസ് 3 ആയി. ഇവിടെ 2ab പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണുള്ളത്. അപ്പോൾ ഇതിനെ ഇനിയും ഷോർട്ട് ആക്കുമ്പോൾ 2x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത്രയാണ്. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതായത് ഇവിടെ
ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം കണ്ടുപിടിക്കും. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് മൈനസ് 3 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 8 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 8 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3 3 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 2. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഇത് റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പം എ പ്ലസ് ബി ഡിവൈഡ് ബൈ 4. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയായി? ആദ്യം ഒന്ന് പ്ലസ് ഇട്ടിട്ട് എഴുതുക. 3 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ 4. അപ്പോൾ 3a പ്ലസ് ബിയും എ പ്ലസ് ബി എന്തായി? 4a പ്ലസ് ബി 4 ഇൻറ്റു എ പ്ലസ് ബി ഡിവൈഡ് ബൈ 4. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 3a പ്ലസ് 3b പ്ലസ് എ പ്ലസ് ബി. അപ്പോൾ എന്തായി? 4a പ്ലസ് 4b. അതിൽ നിന്ന് 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. 4 ഇൻറ്റു എ പ്ലസ് ബി ബൈ 4. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 ടൈംസ് എ പ്ലസ് ബിയും ഒരു എ പ്ലസ് ബിയും കൂടി 4 ടൈംസ് എ പ്ലസ് ബി ആയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി നെഗറ്റീവ് ഇട്ടിട്ട് എഴുതുക. 3 ഇൻറ്റു എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ 4. അപ്പോൾ 3ന്ന് 1 എ പ്ലസ് ബി മൈനസ് ചെയ്താൽ 2 ഇൻറ്റു എ പ്ലസ് ബി ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. അപ്പോൾ ഇവിടെ 2 റൂട്ട്സ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് എ പ്ലസ് ബിയും മറ്റൊന്ന് എ പ്ലസ് ബി ബൈ 2. അങ്ങനെ 2 റൂട്ട്സ് ആണ് കിട്ടുന്നത്. എ ബി എക്സ് സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എ ബി എക്സ് സ്ക്വയർ അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1 രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് 1 എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ ബി എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഇവിടെ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 മൈനസ് 4ab ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ രണ്ടിലും എ പ്ലസ് ബി കോമൺ ആയിട്ടുള്ളത് കൊണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉണ്ടാവും മൈനസ് 4ab. അപ്പോൾ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4ab. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതെന്തായി മാറി? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബി സ്ക്വയർ മൈനസ് 4ac. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് കിട്ടിയിട്ടുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ പ്ലസ് ബി
whole square plus or minus root of a square minus b square whole square divided by 2 into ab. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് a plus b whole square plus or minus a square minus b square divided by 2ab. ഇനി പ്ലസ് ഇട്ടിട്ട് എഴുതുമ്പം a square plus 2ab plus b square plus a square minus b square divided by 2ab. അപ്പോൾ ഇവിടെ നമുക്ക് ബി സ്ക്വയർ ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടും? 2a സ്ക്വയർ പ്ലസ് 2ab ഡിവൈഡ് ബൈ 2ab. അപ്പോൾ ഇതിൽ 2a കോമൺ ആയിട്ടുണ്ട്. 2a പുറത്തേക്ക് എടുക്കുമ്പോൾ a പ്ലസ് ബി ബൈ 2ab. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് a പ്ലസ് ബി ബൈ ബി. അടുത്തത് നെഗറ്റീവ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ a പ്ലസ് ബി 2 മൈനസ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും ഡിവൈഡ് ബൈ 2ab. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ a സ്ക്വയർ ആണ് ക്യാൻസൽ ആവുന്നത്. 2ab പ്ലസ് 2b സ്ക്വയർ ഡിവൈഡ് ബൈ 2ab. അപ്പോൾ ഇതിൽ 2b കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 2b ഇൻറ്റു a പ്ലസ് ബി ഡിവൈഡ് ബൈ 2ab. അപ്പോൾ ഇതിൽ 2b ക്യാൻസൽ ആയിട്ട് a പ്ലസ് ബി ബൈ എ കിട്ടും. a പ്ലസ് ബി ബൈ എയും a പ്ലസ് ബി ബൈ ബി രണ്ട് റൂട്ട്സ് ആണ് കിട്ടുന്നത്. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതിൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒന്ന് പ്ലസ് ഇട്ടിട്ട് ചെയ്യുക. പ്ലസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ a പ്ലസ് ബി ബൈ ബി കിട്ടും. അതുപോലെ നെഗറ്റീവ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ a പ്ലസ് ബി ബൈ എ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.